ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചൗചൗവിന്റെ മോരുകറിയാണ് ഉണ്ടാക്കുന്നത്. റിലയൻസിൽ ചെന്നപ്പം ഇത് കിട്ടി. ഇത് വെച്ച് ഞാൻ പണ്ട് ഒരു പ്രാവശ്യം ഡൽഹി പോയപ്പം ഇത് മേടിച്ച് മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലതായിരുന്നു. അതുകൊണ്ട് ഞാൻ പിന്നെയും മേടിച്ചതാണ്. നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. हम बनाने जा रहे हैं चौचौ का दही का करी. दिखाएंगे कैसे. ഇത് ഞങ്ങൾക്ക് റോട്ടിലെ ഇതുവരെ കിട്ടിയിട്ടില്ല. റോട്ടില में नहीं मिला था. दिल्ली से एक बार मिला. दही डाल के बनाने से अच्छा था, इसलिए हम अभी रिलायंस में मिला है. आपको दिखाएंगे कैसे बनाएंगे. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇത് കിട്ടിയില്ലെങ്കിൽ നമുക്കിത് ഓമയ്ക്ക വെച്ചിട്ടോ കുമ്പളങ്ങയോ വെള്ളരിക്കായോ എന്ത് വെച്ചിട്ട് വേണമെങ്കിലും ഇതുപോലെ മോരുകറി ഉണ്ടാക്കാവുന്നതാണ്. लौकी से भी ऐसे बना सकता है, काशगाट से भी बना सकता है, पपीता से भी ऐसे बना सकता है. इसका छिलका निकालना है. നമുക്ക് ഇതിന്റെ തൊലി കളഞ്ഞെടുക്കാം. ഇത് ഞാൻ നല്ലതായിട്ട് പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. अच्छे पील करके रखा है. अच्छे से धो के आएंगे. നമുക്കിതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. अच्छे से धो के आया है. अभी कटिंग करना है. और पतला पतला काट दीजिएगा. चौचौ कट ചെയ്ത് വെച്ച് കഴിഞ്ഞു. चौचौ अभी कटिंग करके रखा है. एक पैन रखा है. ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് ഇട്ട് കൊടുക്കാം. थोड़ा छोटा प्याज, കുറച്ച് കൊച്ചുള്ളി ആയിട്ട് ഒരു കരിയാപ്പില, थोड़ा കരിയാപ്പത്ത, 3 हरी मिर्च, 3 പച്ചമുളക്, മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ हल्दी पाउडर, आवश्यकത്തിന് ഉപ്പ്, नमक भी डाल दें. 1 बॉल पानी, ഒരു ബൗൾ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കും. ഗ്യാസ് ഓൺ ചെയ്ത് നമുക്കിതൊന്ന് വേവിക്കാം. अच्छे से मिक्स कर दीजिएगा. നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് വേവിക്കാൻ കേട്ടോ. अच्छे से पकने तक बॉईल करना है. गरम करके बॉईल कर दीजिएगा. अടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. ഇതിന്റെ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് इसके लिए मसाला बनाने के लिए थोड़ा देखिए, थोड़ा नारियल, थोड़ा सा लहसुन, इतनी വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. 1 टीस्पून जीरा, जीरा 1 टीस्पून, थोड़ा छोटा प्याज एक ही साथ डाल के अच्छे से पीसना है. നമുക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നല്ലതായിട്ട് അരച്ചിട്ട് വരാം. നാരിयल अच्छे से पीस के रखा है. തേങ്ങ നന്നായിട്ട് അരച്ചിട്ടുണ്ട്. നമ്മുടെ ചൗചൗവും നല്ലതായിട്ട് വെന്ത് കഴിഞ്ഞു. ये भी अच्छे से पक गया है. इसमें डाल दो नारियल. इसमें डालना है. नारियल डाल के 2 मिनट थोड़ा गरम कर दिया है. തേങ്ങ ഇട്ടിട്ട് 2 മിനിറ്റ് ഞാൻ ചൂടാക്കിയിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാം. ഒരു ബൗള് തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിനകത്തോട്ട് एक कटोरा दही लिया, एक दूसरा बर्तन में डाल दिया. നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. अच्छे से थोड़ा बीट कर दीजिएगा. സ്പൂൺ വെച്ച് നമുക്ക് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് ഉടച്ചു വെച്ച തൈര് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. अच्छे से बीट करके रखा था वो दही इसमें डाल दो. अच्छे से मिला दीजिएगा. നല്ലതായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ടുള്ള കടുക് വറുക്കാം. इसके लिए तड़का बनाना है. तड़का बनाने के लिए एक पैन रखा है. ഞാൻ ഇതിന് കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. എണ്ണയും വെച്ചു. तेल भी गरम हो गया. थोड़ा सरसों डाल दे. കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത്തിരി ഉലുവ, थोड़ा सा मेथी वो भी डाल दे. 2 लाल मिर्च, 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. छोटा प्याज, ചെറിയ ഉള്ളിയാണ്, അതും കൂടെ ഇട്ട് കൊടുക്കാം. കരിയാപ്പിലയും കൂടെ ഇട്ട് കൊടുത്താൽ നമുക്ക് വറുത്തെടുക്കാം. कड़ू वरदो रेडी हो गई. तड़का बनाया हो गया है. देखिए अभी इसका ऊपर में डाल दें. करी का ऊपर में डाल दें. കറിയുടെ മേലോട്ട് ഒഴിച്ചു കൊടുക്കും. നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൗചൗ മോരുകറി റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. നമുക്ക് ഇത് തന്നെ ഉണ്ടോ വേണമെന്നൊന്നും ഇല്ല. ഓമയ്ക്ക വെച്ചും ഉണ്ടാക്കാം, लौकी വെച്ചിട്ടും ഉണ്ടാക്കാം. सब लोग थोड़ा ट्राई करके देखिएगा. अच्छा दही का करी है. Please like, share and subscribe. Thank you for watching.